മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ തൻ്റെ വിധിയെ ജയിക്കുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഇതൊരു സാധാരണ പ്രചോദന വാക്ക് പോലെ തോന്നിയാലും ഭഗവാൻ കാണിച്ച അല്ലെങ്കിൽ മഹാദേവൻ കാണിച്ച ഏറ്റവും ആഴമുള്ള ഒരു ആത്മീയ രഹസ്യങ്ങളിൽ ഒന്നാണിത്. ഭഗവാൻ എന്ന് പറഞ്ഞാൽ വെറും ഒരു ദേവൻ മാത്രമല്ലെന്ന് പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായ ഒരു നിശബ്ദത, പൂർണ്ണമായ ഒരു ബോധം, പൂർണ്ണമായ ഒരു നിയന്ത്രണം. ഭഗവാനെ ധ്യാനത്തിലിരിക്കുന്ന ആ രൂപത്തിൽ നമ്മൾ കാണുമ്പോൾ അതിൽ ഒരു വലിയ സന്ദേശമാണുള്ളത്. ഭഗവാൻ കണ്ണുകൾ അടച്ചിരിക്കുന്നു, ശരീരം അനങ്ങുന്നില്ല, പക്ഷേ അകത്ത് ഒരു അസാധാരണമായ ജാഗ്രതയുണ്ട്. അതെന്താണ് നമ്മൾക്ക് പറഞ്ഞു തരുന്നത്? പുറത്തെ ലോകം എത്ര ശബ്ദമുണ്ടായാൽ പോലും അകത്ത് ഒരു നിശബ്ദത, ഒരു സൈലൻ്റ് നിലനിർത്താൻ കഴിയണമെന്നാണ്. മനസ്സ് നിയന്ത്രിക്കാത്ത ഒരാൾക്ക് ജീവിതം എല്ലായ്പ്പോഴും ഒരു പോരാട്ടമായിട്ട് തോന്നും. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ വലിയ പ്രശ്നങ്ങളായിട്ട് തോന്നും അവർക്ക്. ഒരു വാക്ക് കേട്ടാൽ വിഷമമുണ്ടാകും, ഒരു സംഭവം നടന്നാൽ അതിനെ ചൊല്ലി ഭയമുണ്ടാകും, ഒരു നഷ്ടം വന്നാൽ ഒരു തകർച്ചയുണ്ടാകും. കാരണം അവരുടെ മനസ്സ് തൻ്റെ മനസ്സിൻ്റെ അടിമയാണ് അവർ. അതാണ് എൻ്റെ സത്യം. പക്ഷേ ശിവൻ കാണിച്ച വഴി എന്താണ്? നിങ്ങൾക്കുള്ളിലെ ഈ അലകളെ നീ തന്നെയാണ് കാണേണ്ടത്. നിങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു മനസ്സിൻ്റെ അലകളെ നീ തന്നെ നിയന്ത്രിക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത്. മനസ്സൊരു കുരങ്ങിനെ പോലെ ചാടി ചാടി നടക്കുന്നതാണ്. അതിനെ നിലനിർത്താൻ ശ്രമിച്ചാൽ, അതിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ അത് കൂടുതൽ ചാടും. എന്നാൽ അതിനെ ശാന്തമായി നിരീക്ഷിക്കാൻ പഠിച്ചാൽ, അതിൻ്റെ പാട്ടിന് വിട്ടിട്ട് അത് നോക്കിയിരിക്കാൻ പഠിച്ചാൽ അത് തന്നെയായിട്ട് ശാന്തമായി തീരും. ശിവൻ്റെ ഒരു വലിയ പ്രതീകം മൂന്നാമത്തെ കണ്ണാണ്. അതിനൊരു ആഴമുള്ള അർത്ഥമാണുള്ളത്. അത് പുറത്തുള്ള കണ്ണല്ല, നമ്മുടെ ഉള്ളിലെ ബോധമാണ്. നമുക്കുള്ളിൽ എന്ത് നടക്കുന്നു എന്ന് കാണാൻ കഴിയുന്ന ഒരു ശക്തിയാണത്. ഇപ്പോൾ ഒരു ചിന്ത ഉണർന്നാൽ അത് നമ്മളെ എവിടെയൊക്കെ കൊണ്ടുപോകുന്നു എന്ന് കാണാൻ കഴിയുന്ന ഒരവസ്ഥ. ആ അവസ്ഥയിലെത്തിയാൽ ചിന്തകൾക്ക് നമ്മളെ നിയന്ത്രിക്കാൻ കഴിയില്ല. നമ്മൾ ആ ചിന്തകളെ കാണുന്നവരായിട്ട് മാറും. അവിടെ നിന്നാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം തുടങ്ങുന്നത്. ഭഗവാൻ പറയുന്ന രഹസ്യം വളരെ ലളിതമാണ്. പക്ഷേ അതിനെ അനുഭവിക്കാൻ നമ്മൾ ശ്രമിക്കണം. മനസ്സിനെ അടിച്ചമർത്തരുത്, അതിനെ മനസ്സിലാക്കണം. അതാണ് ഭഗവാൻ പറയുന്നത്. നമ്മൾ പലപ്പോഴും ചിന്തകളോട് പോരാടുകയാണ്. ഇത് ചിന്തിക്കരുത്, അത് തോന്നരുത് എന്നെല്ലാം. പക്ഷെ അതുകൊണ്ട് അവ കൂടുതൽ ശക്തമാകുകയല്ലാതെ കുറയുന്നില്ല. ഭഗവാൻ പറയുന്നത് നിങ്ങൾ പോരാടേണ്ട ആവശ്യമില്ല, നിങ്ങളതിനെ കാണുക എന്നാണ്. ഇപ്പോൾ ഒരു ദേഷ്യം വരുന്ന സമയത്ത് ഒരു കോപം ഉയർന്നാൽ അത് അടക്കാൻ ശ്രമിക്കാതെ ഇപ്പോൾ എനിക്ക് കോപം വരുന്നു എന്ന് തിരിച്ചറിയുക. ഒരു പേടി വന്നാൽ ഇപ്പോൾ എനിക്ക് പേടി തോന്നുന്നു എന്ന് കാണുക. ആ കാണുന്ന ബോധം, അതാണ് ശിവബോധം. അത് വന്നു കഴിഞ്ഞാൽ ചിന്തകൾ സ്വയം ശാന്തമാകാൻ തുടങ്ങും. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തതാണ്. പക്ഷേ അതിനെ എങ്ങനെ കാണണം, എങ്ങനെ പ്രതികരിക്കണം, അത് നമ്മുടെ കയ്യിലാണ്. ഇവിടെയാണ് മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ തൻ്റെ വിധിയെ ജയിക്കും എന്നൊരു വാക്കിൻ്റെ അർത്ഥം സത്യമാകുന്നത്. വിധി എന്നത് പുറത്തുള്ള ഒരു സംഭവമല്ല, അതിനെ നമ്മൾ എങ്ങനെ അനുഭവിക്കുന്നു എന്നതാണ്. ഇപ്പോൾ ഒരു സംഭവം ഒരാളെ തകർക്കുന്നതായിരിക്കും, അതേ സംഭവം മറ്റൊരാളെ വളർത്തുന്നതായിരിക്കും. എന്തുകൊണ്ടാണ്? അവരുടെ മനസ്സിൻ്റെ നില വ്യത്യാസപ്പെട്ടതുകൊണ്ടാണ്. ഭഗവാൻ കാണിക്കുന്ന വഴി ഈ മനസ്സിനെ പരിശീലിപ്പിക്കുക എന്നതാണ്. അതിന് വലിയ ചടങ്ങുകളോ ഒന്നും വേണ്ട, സമ്പ്രദായങ്ങളോ ഒന്നും വേണ്ട. ആദ്യം വേണ്ടത് ബോധമാണ്. ദിവസവും കുറച്ച് സമയം ശാന്തമായി നിങ്ങൾ ഇരിക്കുക. നിങ്ങളുടെ ശ്വാസത്തെ ശ്രദ്ധിക്കുക. ചിന്തകൾ വന്നാൽ അവയെ പിന്തുടരാതെ വെറുതെ കാണുക. ആദ്യമൊക്കെ അത് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക്. പക്ഷേ അല്പമായി ഒരു ശാന്തത നിങ്ങളുടെ ഉള്ളിൽ വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. ആ ശാന്തതയിൽ നിന്നാണ് ശക്തി വരുന്നത്. ഭഗവാൻ എല്ലായ്പ്പോഴും ശ്മശാനത്തിലാണ് ഇരിക്കുന്നതെന്ന് പറയുന്നുണ്ട് അല്ലേ? അതിനും ഒരു അർത്ഥമുണ്ട്. എല്ലാം നശ്വരമാണ്, ഒന്നും സ്ഥിരമല്ല എന്ന ഒരു സത്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് മനസ്സിലായാൽ നമ്മൾ പിടിച്ചു നിൽക്കുന്ന പല പേടികളും ആശങ്കകളും അതെല്ലാം സ്വയം കുറയാൻ തുടങ്ങും. അപ്പോഴാണ് നമ്മുടെ ജീവിതം ഈസിയാകുന്നത്, ലളിതമായിട്ട് തീരും. ഭഗവാൻ മഹാദേവൻ ഒരു ദൈവം മാത്രമല്ല, ഒരവസ്ഥയാണ്. ആ അവസ്ഥയിൽ മനസ്സ് നിശബ്ദമാകും, ബോധം ജാഗരൂകനാകും, അകത്ത് നിറയെ നമ്മൾക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു സമാധാനം നിറയും. ആ അവസ്ഥയിലെത്തിയ ഒരാൾക്ക് പുറത്തുള്ള ലോകം അവരെ നിയന്ത്രിക്കാൻ കഴിയില്ല. അവർ തന്നെ അവരുടെ ജീവിതത്തിൻ്റെ ദിശ നിശ്ചയിക്കുന്നവരായി തീരും. അതുകൊണ്ടാണ് ഈ വാക്ക് ഒരു രഹസ്യമെന്ന് പറയുന്നത്. മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ തൻ്റെ വിധിയെ ജയിക്കുന്നവനാണ്. ഭഗവാൻ കാണിച്ച വഴി അകത്തേക്ക് പോകാനുള്ള വഴിയാണ്.
ആ വഴി നടക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും നമ്മൾ അന്വേഷിച്ചിരുന്ന ശക്തിയും സമാധാനവും സ്വാതന്ത്ര്യവും എല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന്. അത് തിരിച്ചറിയാൻ പഠിച്ചവനാണ് യഥാർത്ഥത്തിൽ തൻ്റെ വിധിയെ ജയിക്കുന്നവൻ. മനസ്സിനെ നിയന്ത്രിക്കുന്ന ഒരാൾക്ക് ഒരു വലിയ തിരിച്ചറിവ് വരാൻ തുടങ്ങും. ഞാൻ എൻ്റെ ചിന്തകളല്ല എന്നൊരു വിചാരം. ഇത് കേൾക്കുമ്പോൾ ആദ്യം അല്പം നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നാം. കാരണം നമ്മളെപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതിനെ തന്നെയാണ് ഞാൻ എന്ന് അങ്ങനെ കരുതുന്നത്. പക്ഷേ ശാന്തമായി നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾക്ക് മനസ്സിലാകും, ഒരു ചിന്ത വരുന്നു, കുറച്ച് സമയം നിലനിൽക്കുന്നു, പിന്നെ അത് പോകുന്നു, പിന്നെ മറ്റൊരു ചിന്ത വരുന്നു. ഇങ്ങനെ മാറി മാറി വരുന്ന ഒന്നാണ് നമ്മുടെ മനസ്സ്. എന്നാൽ ആ എല്ലാം കാണുന്ന ഒരാൾ നമ്മുടെ ഉള്ളിലുണ്ട്, അല്ലേ? സന്തോഷം വന്നാലും സങ്കടം വന്നാലും എല്ലാം അനുഭവിക്കുന്ന ഒരാളുണ്ട് ഉള്ളിൽ. ആ സാക്ഷി, അതാണ് യഥാർത്ഥ നീ. ഒരു സങ്കടം വരുന്ന അടുത്ത നിമിഷത്തിൽ തന്നെ നമുക്ക് സന്തോഷിക്കാൻ പറ്റും. ഒരു സന്തോഷ വാർത്ത കേട്ടാൽ ഉടനെ ചിരി വരും, ഇല്ലേ? സ്വയം ഒന്ന് വിശകലനം ചെയ്ത് നോക്ക്. ഭഗവാൻ മഹാദേവൻ കാണിച്ച ഏറ്റവും വലിയ രഹസ്യം ഇതാണ്: സാക്ഷിയായി നിൽക്കുക. ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതിൽ മുഴുകിപ്പോകാതെ അത് കാണാൻ പഠിക്കുക. ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് തോന്നാം, അപ്പോൾ നമ്മൾ വികാരമില്ലാത്ത ജീവികളാണോ, വികാരമില്ലാത്ത ആളുകളാണോ? അല്ല, വികാരങ്ങൾ ഉണ്ടാകും, പക്ഷേ അവ നിങ്ങളെ പിടിച്ചു കുലുക്കില്ല എന്ന് പറയുമ്പോൾ ആ ഒരു വികാരത്തിന് നിങ്ങൾ അടിമയാകില്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾ കടലിൽ മുങ്ങുന്ന ആളല്ല, കടലിനെ നോക്കി നിൽക്കുന്ന ഒരാളാകും. നമ്മളൊക്കെ സാധാരണ എന്താണ് ചെയ്യുന്നത്? ഒരു ചെറിയ പ്രശ്നം വന്നാൽ അത് മനസ്സിൽ വീണ്ടും വീണ്ടും ഓടിച്ച് നോക്കും. ഒരാൾ പറഞ്ഞ ഒരു വാക്കായിരിക്കാം, നമ്മളത് 100 പ്രാവശ്യം ഓർത്തെടുക്കും. അതുകൊണ്ട് ആ വേദന കൂടിക്കൊണ്ടിരിക്കും. അത് അടുപ്പിലിട്ട കനലിനെ ഊതി ഊതി കത്തിക്കുന്നത് പോലെ. അതിനെ ചാരമാക്കാൻ സമ്മതിക്കില്ല നമ്മൾ. അപ്പോൾ അത് ആ ചൂടിൽ നമ്മൾക്ക് അതിൻ്റെ ഒരു ചൂട് ഏൽക്കുന്നത്, അല്ലേ? പക്ഷേ ഒരാൾ സാക്ഷിയെ നിൽക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ അവരത് കാണും, പക്ഷേ അതിനെ വളർത്തിയെടുക്കില്ല. അങ്ങനെ മനസ്സിൻ്റെ പഴയ ശീലങ്ങളെ മാറാൻ തുടങ്ങും. ഭഗവാന്റെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഭഗവാൻ എല്ലായ്പ്പോഴും സമത്വത്തിൽ തന്നെയാണ്, സമനിലയിൽ തന്നെയാണ്. ദേവന്മാർ വന്നാലും അസുരന്മാർ വന്നാലും പ്രശംസിച്ചാലും അപമാനിച്ചാലും ഭഗവാൻ ഒരുപോലെ. ഇത് വെറും കഥകളൊന്നുമല്ല, ഒരവസ്ഥയെ കാണിക്കുന്നതാണ്. ഇതെല്ലാം മനുഷ്യർ പഠിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. പറ്റുമെങ്കിൽ നിങ്ങൾ ശിവപുരാണം പഠിക്കുക. മലയാളത്തിൽ കിട്ടും ആ പുസ്തകം. ശിവപുരാണം ആദ്യം മുതൽ അവസാനം വരെ അധ്യായം പഠിക്കുക. അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ, പുറത്തെ ഒന്നും എൻ്റെ ഉള്ളിലെ സമാധാനം കവർന്നെടുക്കാൻ പറ്റില്ല, ഒന്നിനും എൻ്റെ സമാധാനം നശിപ്പിക്കാൻ പറ്റില്ല എന്ന ഒരു നിലപാടുണ്ടാവണം. ഇത് ഒരു ദിവസം കൊണ്ടൊന്നും വരുന്നതല്ല, പക്ഷെ ഓരോ ദിവസവും ചെറിയ പരിശ്രമങ്ങൾ കൊണ്ട് ഇത് സാധ്യമാണ് എല്ലാവർക്കും. നിങ്ങൾക്കൊരു ചെറിയ പ്രാക്ടീസ് ചെയ്യാൻ പറയാം. ദിവസം ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ വിഷമിക്കുന്ന ഒരു കാര്യം വരുമ്പോൾ ഉടനെ അതിനെ പ്രതികരിക്കാതെ ഒന്ന് നിർത്തി നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക. ഇത് ശരിക്കും ഇത്ര വലിയൊരു കാര്യമാണോ? ഇതെന്നെ ഇത്രമാത്രം ബാധിക്കുമോ? അല്ലെങ്കിൽ എൻ്റെ മനസ്സിതിനെ വലുതാക്കി കാണിക്കുന്നതാണോ? ഇതെല്ലാം നിങ്ങൾ തന്നെ ഒന്ന് സ്വയം വിശകലനം ചെയ്യുക. ആ ഒരു നിമിഷം ബോധം നിങ്ങളുടെ പ്രതികരണത്തെ തന്നെ മാറ്റും. മറ്റൊരു കാര്യവും ശ്രദ്ധിക്കണം, മനസ്സെല്ലായ്പ്പോഴും പഴയതിലും ഭാവിയിലും മാത്രമേ ജീവിക്കാറുള്ളൂ. അത് അങ്ങനെ ആയിരുന്നെങ്കിൽ ഇത് ഇങ്ങനെ സംഭവിച്ചാൽ എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലായിരുന്നു ശ്രദ്ധ. അതുകൊണ്ടാണ് ആശങ്കയും വിഷാദവും വരുന്നത് നമ്മൾക്ക്. നിങ്ങൾക്കൊരു ചെറിയ പ്രാക്ടീസ് പറയാം ഞാൻ. ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ വിഷമിക്കുന്ന ഒരു സന്ദർഭം വന്നാൽ, ഒരു വിഷയം നിങ്ങൾക്ക് നേരിടേണ്ടി വന്നാൽ, നിങ്ങളത് ഉടനെ പ്രതികരിക്കാതെ ഒന്ന് നിർത്തി നോക്കുക. ഇത് ശരിക്കും ഇത്ര വലിയ കാര്യമാണോ? അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഇതിന് പ്രതികരിക്കണോ? എൻ്റെ മനസ്സിനെ വലുതാക്കി കാണിക്കുന്നതാണോ എന്നൊന്ന് ആലോചിക്കുക. ആ ഒരു നിമിഷത്തെ ബോധം നിങ്ങളുടെ പ്രതികരണത്തെ തന്നെ മാറ്റും. മറ്റൊരു കാര്യവും ശ്രദ്ധിക്കണം, മനസ്സ് എല്ലായ്പ്പോഴും പഴയതിലും ഭാവിയിലും മാത്രമേ ജീവിക്കാറുള്ളൂ. അത് അങ്ങനെയായിരുന്നെങ്കിൽ, ഇത് അങ്ങനെ സംഭവിച്ചാൽ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. അതുകൊണ്ടാണ് ആശങ്കയും വിഷാദവും വരുന്നത് തന്നെ. പക്ഷെ ഭഗവാൻ കാണിക്കുന്നത് ഇപ്പോഴാണ്, ഈ നിമിഷം. നിങ്ങൾ ഈ നിമിഷത്തിൽ പൂർണ്ണമായി ഉണ്ടായാൽ മനസ്സ് ശാന്തമാകും. ശ്വാസം അതിനുള്ള ഒരു നല്ല വഴിയാണ്. നിങ്ങൾ ശ്വാസത്തെ ശ്രദ്ധിച്ചാൽ അത് എല്ലായ്പ്പോഴും ഇപ്പോഴാണ്, ഈ ഒരു നിമിഷത്തിൽ മാത്രം നിങ്ങളെ നിർത്താൻ പഠിപ്പിക്കും. അതിലൂടെ മനസ്സിനെ ഇപ്പോഴിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഇത് ചെറിയ കാര്യങ്ങൾ പോലെ നിങ്ങൾക്ക് തോന്നാം, പക്ഷേ ഇതാണ് ആഴമുള്ള ആത്മീയത.
നമ്മൾ ഇങ്ങനെ ഒരു ശീലം നമ്മൾ പഴക്കിയെടുത്താൽ നമ്മൾക്ക് നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ആരെയും തേടി പോകേണ്ട ആവശ്യമില്ല. നമ്മളാണ് നമ്മളുടെ പ്രശ്നങ്ങൾക്ക് തീരുവ കാണേണ്ടത്. നമ്മൾ പലപ്പോഴും വലിയ അത്ഭുതങ്ങളാണ് തേടുന്നത്, ദർശനം കിട്ടണം, അനുഭവം കിട്ടണം എന്നെല്ലാം. പക്ഷേ ഭഗവാൻ കാണിക്കുന്നത് അതല്ല, വളരെ ലളിതമായൊരു സത്യമാണ്. നീ നിങ്ങളെ കാണുക, നീ നിന്നെ കാണുക എന്നതാണ് ഭഗവാൻ പറയുന്നത്. അതിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. അതിനാണ് മെഡിറ്റേഷൻ എടുക്കേണ്ടത്, ധ്യാനം ചെയ്യേണ്ടത്, തൻ്റെ ശ്വാസത്തെ നിയന്ത്രിക്കേണ്ടത്. ഒരു ദിവസം നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും, മുൻപ് നിങ്ങളെ വിഷമിപ്പിച്ചിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ അത്ര പ്രാധാന്യമില്ലാത്തതായി നിങ്ങൾക്ക് തോന്നും. മുൻപ് നിങ്ങൾക്ക് ഭയമുണ്ടാക്കിയിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ അത്ര ശക്തിയില്ലാതെ തോന്നും. അത് നിങ്ങളുടെ പുറത്തെ ലോകം മാറിയതുകൊണ്ടൊന്നുമല്ല, നിങ്ങൾ മാറിയതുകൊണ്ടാണ്. ഇതാണ് യഥാർത്ഥ ശക്തി. ഈ ശക്തി ധ്യാനത്തിലൂടെ മാത്രം കിട്ടുന്നതാണ്. പലർക്കും തോന്നും ജീവിതം മാറണമെന്ന്. പക്ഷെ ഭഗവാൻ പറയുന്നത് നീ മാറ്, ജീവിതം സ്വയം മാറുമെന്നാണ്. മനസ്സൊരു കണ്ണാടി പോലെയാണ് അല്ലേ? അത് എങ്ങനെയാണോ ലോകം അങ്ങനെ തന്നെ പ്രതിഫലിക്കും. നിങ്ങൾ ഉള്ളിൽ ശാന്തനായി കഴിഞ്ഞാൽ പുറത്തെ ലോകവും കുറച്ച് ശാന്തമായിട്ട് തോന്നും. ഒരു വലിയ സത്യം മാത്രം നമ്മൾക്ക് ബാക്കി വരുന്നത് കൂട്ടുകാരെ, നമ്മൾ എത്രയും കാലം പുറത്ത് തിരിഞ്ഞത് സമാധാനം, സന്തോഷം, സുരക്ഷ എല്ലാം നമ്മുടെ ഉള്ളിലായിരുന്നു എന്നുള്ള സത്യം നിങ്ങൾ ആക്കിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു പ്രശ്നത്തിനും പരിഹാരം തേടി എവിടേക്കും ഓടേണ്ടി വരില്ല. നമ്മുടെ ആ സത്യത്തിൽ നിന്നെല്ലാം നമ്മളെ മറച്ചത് നമ്മുടെ മനസ്സിൻ്റെ അലകളായിരുന്നു. ആ അലകൾ ശാന്തമായി കഴിഞ്ഞാൽ ശിവൻ എന്ന് നമ്മൾ വിളിക്കുന്ന ആ അവസ്ഥ അത് നമ്മളിൽ തെളിയും. അപ്പോൾ ഈ വാക്ക് വെറും വാക്കായിട്ട് നിങ്ങൾക്ക് എടുക്കരുത്. എല്ലാവരുടെ ജീവിതത്തിലും എല്ലാ പ്രശ്നങ്ങളും തീരണം. മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ തൻ്റെ വിധിയാണ് ജയിക്കുന്നത്. അത് നിങ്ങളുടെ സ്വന്തം അനുഭവമായി നിങ്ങൾ മാറ്റണം. അതാണ് ഭഗവാൻ പറഞ്ഞ യഥാർത്ഥ രഹസ്യം. നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിശബ്ദമായി കാത്തിരിക്കുന്ന ഒരു സത്യമുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ധ്യാനം ചെയ്യണം. നിങ്ങളെ ഒന്ന് തേടണം. ആ തേടൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ശ്വാസ നിയന്ത്രണത്തിൽ നിങ്ങളുടെ ശ്വാസത്തെ നിങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ, നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കുന്നതിലൂടെ നിങ്ങൾക്കത് സാധ്യമാകും. എല്ലാവരും മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. നമ്മളുടെ ബാഹ്യമായ ഒരു കാര്യങ്ങൾക്കും വേണ്ടിയല്ല ഇതെല്ലാം. ഈ ബാഹ്യമായി നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന എന്ത് കാര്യങ്ങൾ നമ്മൾക്ക് കിട്ടിയാലും ജീവിതത്തിൽ പൂർണ്ണതയാകില്ല. അത് എന്ത് കിട്ടിയാലും അടുത്തത് എന്താണ്, അടുത്തതിൻ്റെ ഒരു ആവശ്യം എന്നുള്ള ഒരു ലിസ്റ്റ് നമ്മൾക്കുണ്ടാകും. അവിടെയും നമ്മൾക്ക് സമാധാനം കിട്ടുന്നില്ല. ആ സമാധാനമാണ് നമ്മൾക്ക് വേണ്ടിയത്. ഒന്നുമില്ലെങ്കിലും എല്ലാമുള്ള ഒരവസ്ഥ, ആ അവസ്ഥയാണ് നമ്മൾക്ക് വേണ്ടത്. ആ അവസ്ഥ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഭഗവാൻ മഹാദേവൻ്റെ ആ ധ്യാന മാർഗത്തിലേക്ക് വരിക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും മഹാദേവൻ്റെ അനുഗ്രഹം കിട്ടട്ടെ.